ഹലോ എക്സാമിനോ ഫാമിലി മക്കളെ, അപ്പോൾ ഇന്നലെ നമ്മുടെ സ്വന്തം മലയാളം ലാംഗ്വേജിൻ്റെ എക്സാം തീർന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ് മക്കളെ? നമ്മുടെ സ്വന്തം കെമിസ്ട്രിയിലേക്കാണ് അല്ലേ. കെമിസ്ട്രിയും ബയോളജി ഉണ്ട്. കെമിസ്ട്രിക്ക് എന്തായാലും 15-ാം തീയതിയാണ് കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ എന്നാലും ബയോളജി തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അധികം സമയമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഉള്ള സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഈ ഒരു ദിവസങ്ങൾ കടന്നു പോകേണ്ടതെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന മക്കളെ. ഈ ടോപ്പിക്സ് ഒരിക്കലും മിനിമമാണ്. ഈ ടോപ്പിക്സ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലർക്കുള്ള പ്രശ്നം, സാറേ മടുത്തു. ചിലവരൊക്കെ മെസ്സേജ് അയക്കും, സാറേ മടുത്തു സാറേ, എത്ര കാലമായി തുടങ്ങിയിട്ട് ഇനി ഇത് അവസാനിച്ചിട്ടില്ല, പഠിക്കന്നെ. മക്കളെ, നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു വിചാരത്തോടെയാണ് പഠിക്കുന്നതെങ്കിൽ പിന്നെ തീർന്നു. നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫ് എങ്ങനെയാവണം തീരുമാനിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലേ. ഒരു കാഭാഗമായിട്ടുള്ള ലൈഫിൻ്റെ ഒരു കാൽഭാഗമൊക്കെ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള മുക്കാലും നമുക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാൽഭാഗം കുറച്ച് കഷ്ടപ്പെടാൻ പറയുന്നത്. ആ കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിശ്വാസം പോകുന്ന രീതിയിലാവരുത്. ചിലർ പറയുമ്പോൾ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഞാൻ നിർത്തുകയാണ്. അങ്ങനെയല്ല മക്കളെ, എല്ലാവരും ഒരേ മൈൻഡുള്ളവർ തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടോ, നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും. നമ്മൾ ആദ്യം നമ്മളെ തന്നെ വിശ്വസിക്കണം, നമ്മളെ തന്നെ സ്നേഹിക്കണം. കണ്ണാടി നോക്കി പറയണം ഐ ലവ് യു എന്ന് ആദ്യം. കാരണം നമ്മൾ ജനിക്കുന്ന മുതൽ നമ്മൾ മരിക്കുന്ന വരെ നമ്മളൊപ്പം ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മൾ തന്നെയാണ്, വേറെ ആരും നമ്മളൊപ്പം അല്ല കേട്ടോ. ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് തന്നെ കൊടുക്കണം. നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. വേറുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓല് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അല്ല എന്ന് തോന്നും. അങ്ങനെയല്ല, നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മൾ തന്നെ. കാരണം എന്താ, ജനിക്കുന്ന സമയം മുതൽ നമ്മൾ മരിക്കുന്നവരെ നമുക്ക് കൂട്ടായി നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കണ്ണാടി നോക്കി പറയടാ ഐ ലവ് യു. ആരൊക്കെ പോയാലും നിനക്ക് ഞാനുണ്ടടാ എന്ന് പറയണം. ഓക്കെ, അതിന് നീ അപ്പോൾ എനിക്ക് വേണ്ടി പഠിക്കണം മക്കളെ. എനിക്ക് വേണ്ടി ഇനിയുള്ള ദിവസം മക്കൾ ഒന്ന് ശ്രമിക്കുക. ഞാൻ പറയുന്നു, ഇനിയുള്ള സമയം നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നിങ്ങൾ വിചാരിക്കുന്ന ഇരട്ടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അത്ര ബാലികേറാ മാലിയൊന്നുമല്ല. നമ്മളെല്ലാം എവിടെ ചൊവ്വയിൽ വരെ മനുഷ്യന്മാരെത്തിയിട്ടുണ്ട്. പിന്നെയാണ് ഇപ്പോൾ ഇത് പഠിക്കുക എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ, വേറെ ആർക്കും കഴിയൂല. ഓക്കെ, ആദ്യം നമ്മളോട് തന്നെ എന്ത് ചെയ്യണം, യു ക്യാൻ എന്ന് പറയണം. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടാവും. ചിലരിപ്പോൾ ബോറടിക്കും, ഈ ഇത് നിർത്തിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഇതാക്കിയെന്ന് പറഞ്ഞ് വലിച്ചെറിയിട്ടൊക്കെ പോകാൻ തോന്നും, അതൊക്കെ എല്ലാവർക്കും തോന്നും കേട്ടോ. നിങ്ങൾ എപ്പോഴൊക്കെ സാഡ് ആവുന്നു, എപ്പോഴൊക്കെ നിങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു നോക്കി, ഇപ്പോൾ ഒരു ഹെഡ്സെറ്റ് എടുത്ത് കുത്തിയിട്ട് മറ്റേ KGF ടേറിട്ട് ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ നിങ്ങളിങ്ങനെ നീറ്റ് 1ാം റാങ്കൊക്കെ വാങ്ങിയിട്ട്, അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ അതിങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് വരുന്നൊന്ന് മനസ്സിൽ കണ്ടാൽ മതി. അപ്പോൾ ആ പരിപാടി അങ്ങ് തീർന്നോളും, സെറ്റായിക്കോളും. ഓക്കെ, അതാണ് മോട്ടിവേഷൻ. സെൽഫായിട്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ വേറെയുള്ള മോട്ടിവേഷൻ ക്ലാസ് ചിലരുണ്ടാവും, ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബിൽ പോയി അടിച്ചു നോക്കും മോട്ടിവേഷൻ ക്ലാസ്, മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല, നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോഴേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം മക്കളെ. നമ്മളൊരു 3 വിഭാഗം ആളുകളാണല്ലേ നമ്മുടെ കെമിസ്ട്രിയിൽ. ഒരു 3 വിഭാഗം ആളുകളായിരിക്കും ഉണ്ടാവുക. ഒന്ന് ABC എന്നാക്കി ഞാൻ തിരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പഠിച്ചവരാ. ഇത് മൊത്തം പഠിച്ചവരൊന്നും എന്തായാലും ഉണ്ടാവില്ല, ഒരു 90% പഠിച്ചവരല്ലേ. മോഡൽ എക്സാമിനൊക്കെ കുറച്ച് റിവൈസ് ഒക്കെ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്തവരുണ്ടായിരിക്കും. അങ്ങനെ ഒരു വിഭാഗം. പിന്നെ ഒരു 50%, കുറച്ചൊക്കെ ഞാൻ പഠിച്ചു, ഒരു 50% പഠിച്ചിട്ടുണ്ട്. ഒരു പകുതി ചാപ്റ്ററൊക്കെ അറിയാം, മറ്റതൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞു. ചിലവരുണ്ടാവും ഒന്നും അറിയില്ല, എക്സാമാണ്, ഒന്നും അറിയില്ല. മക്കളെ പേടിക്കരുത്. ഈ എക്സാം കൊണ്ട് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടാനൊന്നും പോണില്ല. എക്സാം അങ്ങനെ നടക്കും. ചില തോൽവികളൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് സ്വീകരിക്കണം. അപ്പോഴേ ജയിക്കുമ്പോൾ അതിനൊരു വില ഉണ്ടാവുള്ളൂ. അല്ലാതെ എപ്പോഴും ജയിച്ചു പോകണ ആൾക്ക് എന്ത് ചെയ്യില്ല, ആ ജയത്തിൻ്റെ ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്പിരിറ്റ് കിട്ടില്ല അല്ലേ. ആ ഒരു ആസ്വദിക്കാൻ പറ്റില്ല. ഒരു 3 വട്ടം തോറ്റാക്കിയ 4ാമത്തെ വട്ടം ജയിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 3ഉം 4ഉം വട്ടം ജയിച്ച് പോകണവർക്ക് എന്ത് ചെയ്യും, അതിലൊരു ഫീൽ കിട്ടില്ല. അപ്പോൾ തോറ്റാലും നമുക്ക് അടുത്തതിന് ജയിക്കാനുള്ളൊരു പുലി മറ്റേ കുതിക്കുന്നതിന് ഒരു ബാക്ക് വലിയുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ തോൽവികൾ ഉണ്ടാവണം മക്കളെ. തോൽവികൾ വേണം ജീവിതത്തിൽ. പക്ഷെ ആ തോൽവികൾ എന്ത് ചെയ്യണം, അടുത്ത വട്ടം അത് വിജയിക്കാൻ വേണ്ടി നോക്കണം. അതാ വേണ്ടത്. അല്ലാതെ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, എനിക്കൊന്നിനും വയ്യാറിന് മൂലയിൽ അങ്ങനെ ഇരിക്കുകയല്ല ചെയ്യേണ്ട മക്കളെ. അടുത്ത പ്രാവശ്യം ഒരു വട്ടം തോറ്റാൽ, 2ാമത് വട്ടം തോറ്റാൽ, 3ാമത് വട്ടം തോറ്റാലും, എത്ര പ്രാവശ്യം തോറ്റാലും മക്കളെ അടുത്ത പ്രാവശ്യം ജയിക്കുമെന്നുള്ള വിശ്വാസം വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം,
പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ, അപ്പോഴേ വിജയത്തിനൊരു ഇതുണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു 20% ആളുകൾ 20% ഒന്നും പഠിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നിക്കുന്നവരുണ്ടാകും. അങ്ങനത്തെ ഒരു 3 വിഭാഗം. ആ AB എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ എന്താണെന്നേ പറയുള്ളൂ കേട്ടോ, അത് പറയാനുള്ള സമയം ഉണ്ടാവില്ല. ഓരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞു പോകും. ഇവരെന്ത് ചെയ്യണം? മിനിമം ഇതെങ്കിലും പഠിച്ചിരിക്കണം. ഒന്നും പഠിക്കാത്തവർ മിനിമം ഇതെങ്കിലും പഠിച്ചിരിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോരോ ചാപ്റ്റർ ഓരോരോ ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബയോളജി കൂടി ഉണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഇപ്പോൾ കെമിസ്ട്രി ഇന്ന സമയം വരെ ഒരു ദിവസം എങ്ങനെയാണെങ്കിൽ ഒരു ചാപ്റ്ററൊക്കെ വെച്ച് ഒരു ദിവസം പഠിക്കുക, അങ്ങനെയൊക്കെ പഠിക്കാം. ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കാൻ തന്നെ സമയമുണ്ട്. 9 ദിവസം ഉണ്ടല്ലോ, ഇപ്പം തന്നെ തുടങ്ങാം. ഇനി ചിലവരുണ്ട് ഇന്നിപ്പം ഇനി ഫുള്ള് ലീവ്, നാളെ തൊട്ട് തുടങ്ങാം. അങ്ങനെ ആവരുത് കേട്ടോ മക്കളെ. നിങ്ങൾ മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കുറച്ച് ദിവസം നിങ്ങൾക്ക് ലീവ് തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല. ഒന്ന് ഇരിക്കടാ. നിങ്ങളോട് തന്നെ ഇഷ്ടം തോന്നിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോധത്തോട് ഒന്നിരിക്കും. അപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്നൊരു പ്ലാനിങ് ഒക്കെ ഒന്ന് എത്തിക്കുക. ഇന്നിപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം എൻ്റെ ഈ ഒരു ഇത്രയും ദിവസം ബയോളജിയും കെമിസ്ട്രിയും എങ്ങനെയായിരിക്കണം നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക. അല്ലാതെ പ്ലാനിങ് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യല്ല, നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുമ്പോഴേ അതിനെന്തുള്ളൂ, ഒരു വാല്യൂ ഉള്ളൂ. അല്ലാതെ വേറുള്ളവർ ഉണ്ടാക്കി തരുന്നതിന് എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളത് നമ്മൾ സെറ്റാക്കാൻ പോകാം മക്കളെ. ഇത്രയും ചാപ്റ്റേഴ്സിലെ ബേസിക് 9 ചാപ്റ്റേഴ്സാണ്. ഹൈഡ്രോകാർബൺ 2 ഓർഗാനിക് ഉണ്ട്, പിന്നെ ഇക്വിലിബ്രിയം, റെഡോക്സ്, തെർമോഡൈനാമിക്സ്, കെമിക്കൽ ബോണ്ടിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. 3 സാധനങ്ങളാണുള്ളത് അല്ലേ. ഇതിലിതാ ഓരോന്നിൻ്റെ വെയിറ്റേജുകൾ കഴിഞ്ഞ, അതായത് 2024 ചോദിച്ച ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിക് 6 മാർക്കിനാണ്, സ്ട്രക്ചറിന് 11, 7 മാർക്കിനാണ് ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ബോണ്ടിങ് 10, 9, 10, 5, 10, 10. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരിക്കലും മിസ്സാക്കരുത് മക്കളെ കേട്ടോ. ഞാൻ പറയുന്നത് ഒരു ചാപ്റ്റർ പോലും മിസ്സായി കളയരുത്. കാരണം ഇതിപ്പോൾ സാറേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ആയല്ലോ എന്ന് തോന്നരുത്. അപ്പോൾ സാർ ഇത് 60-ൽ കൂടുതലുണ്ടല്ലോ, ഓർ ക്വസ്റ്റ്യനും കൂടി കൂട്ടിയിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. കാരണം ഇതിന് എല്ലാം നമുക്ക് കിട്ടിക്കോളുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. മാക്സിമം എത്രയും പോവാം, മാക്സിമം നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്രയും പോവാം. പക്ഷെ മിനിമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും വേണം. ചെസ് പ്ലസ് PYQs വർക്കൗട്ട് ചെയ്യും വേണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാതെ കെമിസ്ട്രി എക്സാമിന് നിങ്ങൾ പോകരുത്. എവിടെ നിന്ന് കിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഓവറാൾ ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കിയ സ്ട്രക്ചർ ഓഫ് ആറ്റം നല്ല വെയിറ്റേജ് ഉണ്ട് അല്ലേ. പിന്നെ കെമിക്കൽ ബോണ്ടിങ് വെയിറ്റേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തെർമോ ഏകദേശം കെമിക്കൽ ബോണ്ടിങ് തെർമോ ഇക്വിലിബ്രിയം ഏകദേശം ഒരുപോലെ വെയിറ്റേജ് ഉള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. പിന്നെ 2 ഓർഗാനിക്കും നല്ല വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, ചാപ്റ്റർ കുറവായതുകൊണ്ട് എല്ലാത്തിലും വെയിറ്റേജ് നല്ലോണം കൂടിയിട്ടുണ്ട്. കുറവുള്ള പിന്നെ ബേസിക്, ക്ലാസിഫിക്കേഷൻ, റെഡോക്സ് ഒക്കെയാണ് കുറവുള്ളത്. എന്നാലും അത് മിസ്സാക്കരുത്, കുറവാണെന്ന് കരുതി മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഓരോ ചാപ്റ്റർ. ഇതിപ്പോൾ കാണുന്ന മോഡൽ എക്സാമിൻ്റെ ആണ് കേട്ടോ മക്കളെ. ഇതിപ്പോഴത്തെ മോഡൽ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് കേട്ടോ. ഇതിനും ഏകദേശം ഒരേപോലെ തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഓർഗാനിക് ഹൈഡ്രോകാർബൺ എന്ന് കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ന് കരുതിയിട്ട് ഇപ്രാവശ്യം കൂടുതൽ അത് ഈസി ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൈഡ്രോകാർബൺ എന്ന്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് വരുള്ളൂ എന്ന് വിചാരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 9 മാർക്കിന് സംതിങ് ചോദിച്ചിട്ടുണ്ട്, ഇപ്രാവശ്യം 5 മാർക്കിനെ എങ്ങാണ്ട് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം സെയിം ആണ്. ഓർഗാനിക് 2ഉം പഠിച്ച് സെറ്റായിരിക്കണം. ഡീപ്പ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട 2 ഓർഗാനിക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിച്ച് പോവുക. ഇനി എന്തൊക്കെ പഠിക്കണം അല്ലേ, മിനിമം ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം. ഞാൻ എല്ലാ ചാപ്റ്ററിൻ്റെയും എന്തൊക്കെ പഠിക്കണം എന്നുള്ള സാധനം ബേസിക്കൽ കുറേ ലോസ് ഉണ്ട്. അതിൽ ഈ 2 ലോങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഏത്, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഡാൾട്ടൺ കണ്ടുപിടിച്ചത് അല്ലേ, മൾട്ടിപ്പിൾ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, അപ്പോൾ ഡാൾട്ടൺ 10 അല്ലേ. പ്രോസ്റ്റ് കണ്ടുപിടിച്ച ഡെഫിനിറ്റ്, കോൺസ്റ്റ്, പ്രോസ്റ്റ്, അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കാം അല്ലേ. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കണം, പക്ഷേ ഇവിടെയും ചോദിക്കാറുണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, മറക്കരുത്, അതും ഓർത്ത് വെക്കണം. നെക്സ്റ്റ് എംപിരിക്കൽ ഫോമുലയും അതിൻ്റെ റിലേഷൻ, അത് തമ്മിലുള്ള റിലേഷൻ എന്താണ് അല്ലേ, റിലേഷൻഷിപ്പും പിന്നെ അത് വെച്ചുള്ള പ്രോബ്ലം ഉണ്ട്, ഇതും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ലിമിറ്റിംഗ് റിയേജന്റ്, എന്താ ലിമിറ്റിംഗ് റിയേജന്റ്, അത് വെച്ചുള്ള പ്രോബ്ലം മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് മോൾ കൺസെപ്റ്റ്,
മോൾ കൺസെപ്റ്റ് എന്ന് ചിലപ്പോൾ പ്രോബ്ലംസ് ഇതുപോലത്തെ കണ്ടോ, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് മോളിക്യൂൾ പ്രസന്റ് ഇൻ 90 gram ഓഫ് വാട്ടർ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മോൾ കൺസെപ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. നെക്സ്റ്റ് മൊളാലിറ്റി എന്താ, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് അത് ചോദിക്കും. നമ്മൾ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ഐപാഡ് ഷോർട്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലേ, മൊളാരിറ്റി എന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതാണ് മക്കളെ സം ബേസിക് എന്താണോ മിനിമം പഠിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, വിട്ടുകളയരുത്. ഓക്കെ അടുത്ത് നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം. മക്കളെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ആദ്യം പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് ആനോഡ് റേസ്, പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസും ആനോഡ് റേസും. ആനോഡ് റേസിന് പറഞ്ഞ വേറൊരു പേരുണ്ടല്ലോ, കനാൽ റേസ് കേട്ടോ. ആന കനാലിൽ വീണു എന്നാലോചിച്ചാൽ മതി. ആന, അപ്പൊ ആനോഡ് റേസിന്റെ മറ്റൊരു പേരാണ് കനാൽ റേസ്. രണ്ടും മാറിപ്പോവാതിരിക്കുക കേട്ടോ. ആന കനാലിൽ വീഴുമ്പോഴല്ലേ, അല്ലെങ്കിൽ അരിക്കൊമ്പൻ മറ്റേ ചിന്നക്കനാൽ, അങ്ങനെ ഓർത്താൽ മതി. നെക്സ്റ്റ് എന്താ, കാഥോഡ് റേസ്. കാഥോഡ് നിന്ന് വരുന്ന റേസിനാണ് കാഥോഡ് റേസ്, ആനോഡ് നിന്ന് വരുന്ന റേസിനാണ് ആനോഡ് റേസ്. ഒരു പോയിന്റ് അവിടെ തന്നെ കിട്ടിയേ. നെക്സ്റ്റ് റൂദർഫോർഡ്. മക്കളെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ അമ്മായിൻ്റെ കുട്ടി വല്ലതാണ് തോന്നുന്നുണ്ട് ഈ റൂദർഫോർഡ്. കാരണം ഈ റൂദർഫോർഡ് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ടല്ല കേട്ടോ, റൂദർഫോർഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് മക്കളെ. എന്തൊക്കെ റൂദർഫോർഡ് മോഡലിൽ പഠിക്കാനുള്ളത് അറിയോ? ഒബ്സർവേഷൻ, കൺക്ലൂഷൻ, പോസ്റ്റുലേറ്റ്സ്, ഡീമെറിറ്റ്സ്. മുമ്പൊരു എക്സ്പെരിമെന്റ് നടത്തി അതിൻ്റെ ഒബ്സർവേഷൻ കൺക്ലൂഷനും ഓക്കെ, ഇത് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താ, അതിൻ്റെ റിസൾട്ട്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതൊരു 3 പോയിന്റ്. പിന്നെ കൈനറ്റിക് എനർജി കാണാനുള്ള പ്രോബ്ലം, അതുമാണ് അവിടെ നിന്ന് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഓരോ സീരീസിൻ്റെ നെയിം, ലൈ എന്ന് പറയുന്ന മനുഷ്യൻ, ലൈമൻ, ബാൾ എടുത്തെറിഞ്ഞു, ബാൾമർ, പാസ്സായി നിൽക്കുന്ന കോഴീനെ, പാസ്കനെ, ബാൾ തെറ്റി ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി വീണു, ബ്രാക്കറ്റ് ഫണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു കോഡാണ് കേട്ടോ, ജസ്റ്റ് ഞാനൊന്ന് പറയുന്നു മാത്രം. ഓക്കെ, അതിൻ്റെ സീരീസിൻ്റെ നെയിമിലെ അത് ഏതൊക്കെ റീജിയനിൽ കാണുന്നു, ലൈമൻ ഏത് റീജിയനിലാണ് കാണുന്നത്, UV കണ്ടോ, UV ഐത്തനുണ്ട്, ലൈമൻ ഏത് റീജിയനിലാണ്. പിന്നെ ബാൾമർ ആണെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വിസിബിൾ റീജിയൻ, അങ്ങനെ ഓരോന്ന്. പിന്നെ അതിലൊരു വേവ് നമ്പർ കാണാനൊരു പ്രോബ്ലം ഉണ്ട് അല്ലേ, അത്. പിന്നെ ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് ലിമിറ്റേഷൻ, അത് നിങ്ങൾ ലാസ്റ്റ് പഠിച്ചാൽ മതി കേട്ടോ. ഒക്കെ പഠിച്ചതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് ലിമിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർ മോഡൽ തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചതിനേക്കാളും കുറവ്. നെക്സ്റ്റ് ക്വാണ്ടം നമ്പേഴ്സ്. ഓരോ ക്വാണ്ടം നമ്പേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ചുള്ള പ്രോബ്ലം. എന്താ പ്രോബ്ലം, എന്നും എല്ലും തന്നിട്ട് ഏത് സബ്ഷെല്ലാന്ന് വരില്ലേ, അത് ചോദിക്കും. അല്ലെങ്കിൽ ഒരു 4 സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് തരും, എന്നിട്ട് അതിൽ ഏതാണ് പോസിബിൾ ആണെന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ പ്രോബ്ലംസ് സെറ്റ്. നെക്സ്റ്റ് റൂൾസ് ഓഫ് ഫില്ലിംഗ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റ് അല്ലേ, 3 റൂൾസ് ഉണ്ട്. ഓഫ് ബാർ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗങ്ങൾ കേട്ടോ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഉണ്ടാവും, പോയി നോക്കിയാൽ മതി. നെക്സ്റ്റ് ഡി ബ്രോഗ്ലി, അത് വരും കേട്ടോ, ചാനലിൽ വരും. നെക്സ്റ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും ഹെയ്സൻബർഗും അതിൻ്റെ ഡെഫിനിഷനും വേണം, അതുപോലെ തന്നെ പ്രോബ്ലം വേണം. ഓക്കെ, ഇത് വലിയൊരു ചാപ്റ്ററാണ്. ഞാൻ വളരെ ചുരുക്കി എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രമേ എന്നിട്ടുള്ളൂ. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ മെന്റലീഫും അതുപോലെ തന്നെ മോഡേൺ പീരിയോഡിക് ലോയും. മെന്റലീഫ് ആണെങ്കിൽ അറ്റോമിക് മാസ്, മറ്റേതാണെങ്കിൽ അറ്റോമിക് നമ്പർ, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി എന്താണ്, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ കോൺഫിഗറേഷനും അതിൻ്റെ ഒരു 4 പ്രോപ്പർട്ടീസും ഒക്കെ എഴുതാൻ വേണ്ടി ചോദിക്കും. നെക്സ്റ്റ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസും IUPAC ഓഫ് 100 അറ്റോമിക് നമ്പർ 100 കൂടുതലായിട്ടില്ല അല്ലേ, നില്ല് അമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്താ, അറ്റോമിക് റേഡിയസ് എന്താ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്താ, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ, ഇതൊക്കെ എന്തൊക്കെ പഠിക്കണം, അതിൻ്റെ ഡെഫിനിഷൻ. പിന്നെ അത് പീരീഡിനും ഗ്രൂപ്പിലും ചിലപ്പോൾ വേരി ചെയ്യും, എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം, അതാണ് പഠിക്കേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെ ചോദിക്കും, അയണൈസേഷൻ എന്താൽപ്പി ഈസ് വേരി ഇൻ ദി ഗ്രൂപ്പ് വൈ എന്ന് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചോദിക്കാം. അയണൈസേഷൻ എന്താൽപ്പി പീരീഡിൽ പോകുന്നതോറും കൂടുകയാണ്, കാരണം എന്താ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇതന്നെ ആയിട്ട് പഠിച്ചു വെക്കാം മക്കളെ. ഇതിലിപ്പോൾ ബോറോണും ബെർലിയം കൊടുത്തതിന് പകരം നൈട്രജനും ഓക്സിജനും ആവാം, അങ്ങനെ ഏതും ആവാം കേട്ടോ. നൈട്രജനും ഓക്സിജനും വരാം, ഇതിന് പകരം ഹൈഡ്രജനും ഓക്സിജനും വരാം. പക്ഷേ ഈ ഒരു സാധനം ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതുപോലെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തത്. പിന്നെ അനോമലസ് ബിഹേവിയർ അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഡയഗണൽ റിലേഷൻഷിപ്പ് അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അത്രേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ഒരു 5 മാർക്കേ ഉള്ളൂ, അതുകൊണ്ട് കുറേയൊക്കെ പഠിച്ചതായിരിക്കും. ഓൺ എക്സാം തൊട്ട് കുറേയൊക്കെ പഠിച്ചെത്തുന്നതായിരിക്കും അല്ലേ. നെക്സ്റ്റ് എന്താണ്, കെമിക്കൽ ബോണ്ടിങ്. മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
VSEPR പോസ്റ്റ്ലേറ്റ്സ് പഠിക്കണം. പിന്നെ എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് അമോണിയ ആൻഡ് വാട്ടർ മോളിക്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഡൈപോൾ മൊമെന്റം, അതിന്റെ യൂണിറ്റ്, പിന്നെ ഇങ്ങനത്തെ ചോദ്യം ഉണ്ടാവും. ഡൈപോൾ മൊമെന്റ് ഓഫ് VFC 0 ആവാൻ കാരണം എന്താ, അതുപോലെ തന്നെ വൈ എന്ന് ചോദിക്കും. എന്നിട്ട് അമോണിയ ഈ സാധനം ഡൈപോൾ മൊമെന്റം NF3 എന്നൊക്കെ പറഞ്ഞിട്ട് ഹയർ ദാൻ ആണ്, അമോണിയൻ്റെക്കാൾ ഇതിനേക്കാളും കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ ഈ മഞ്ഞ ഇതിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ റെസണൻസ് ഓഫ് ഓസോൺ എന്ന് പറഞ്ഞൊരു ഭാഗം, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഒരു ടേബിൾ ഉണ്ട് അല്ലേ, ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ എവിടെ ഉള്ളത് അറിയോ, അവിടെ ഉള്ളത് ഓരോ മോളിക്യൂൾസിൻ്റെയും അതിൻ്റെ ബോണ്ട് ആംഗിളും അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഹൈബ്രിഡൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടുന്ന് എപ്പോഴും ഒരു 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ഒക്കെ ചോദ്യം വരാറുണ്ട്. ഇപ്രാവശ്യം മോഡൽ എക്സാമിന് ഇവിടുന്ന് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എല്ലാം പാടെ ഒരുമിച്ച് ചോദിച്ചു, ഓരോന്ന് ചോദിക്കുന്നതിന് പകരം ഒക്കെ പാടെ ഒരുമിച്ച് അങ്ങ് ചോദിച്ചു കേട്ടോ. ട്രയാങ്കുലർ ബൈപിരമിഡലാണ് കേട്ടോ, അത് പകുതി മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെറ്റ് അത് ഓക്കെ. പിന്നെ MOT മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റാ മക്കളെ. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ, എന്തായാലും ഷുവർ 200%. അതേപോലെ തന്നെ ഇവിടുന്ന് റൂദർഫോർഡിനും 200% നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കേട്ടോ. 200% ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ചോദ്യങ്ങൾ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷനും ജോമെട്രി ഓഫ് PCl5 മോളിക്യൂൾ, അതെപ്പോഴും ചോദിക്കണം. പിന്നെ ഹൈഡ്രജൻ ബോണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. മിനിമം ആയിട്ട് MOT വിട്ട് കളയരുതേ. MOT എന്നൊരു ചോദ്യം നിങ്ങൾ ഉറപ്പിച്ചോ, മനസ്സ് കണ്ടുപോയിക്കും. ചിലപ്പോൾ ഫിഗർ വരയ്ക്കാനായിരിക്കും, ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ അല്ലേ. ചിലപ്പോൾ ഇങ്ങനെ ബോണ്ട് ഓർഡറും അതൊക്കെ സ്റ്റെബിലിറ്റി ഒക്കെ പറയാനായിരിക്കും, അല്ലെങ്കിൽ MO ഡയഗ്രം വരയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിരിക്കും. എങ്ങനെയായാലും വേണ്ടിയില്ല, അതുണ്ടാവും. ആ 3 ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സെറ്റ്. നെക്സ്റ്റ് തെർമോഡൈനാമിക്സ് മക്കളെ. തെർമോഡൈനാമിക്സ് എന്ന് ഫസ്റ്റ് ഭാഗത്ത് ചോദ്യം ഉറപ്പിച്ചോ. എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് സ്റ്റേറ്റ് ഫംഗ്ഷൻ അതിൻ്റെ എക്സാമ്പിളും. പിന്നെ ഒരു കാര്യം കൂടി ഇതിലുണ്ട്, തെർമോ ഫ്ലാസ്ക് ഈസ് എക്സാമ്പിൾ ഓഫ് ഡാഷ് സിസ്റ്റം. ഫ്ലാസ്ക് കാണുന്ന വാർഡിലാവൂലേ, ഐസൊലേഷൻ വാർഡല്ല നമുക്ക് പരിചയമുള്ള വാർഡ്, അപ്പോൾ ഐസൊലേറ്റ് സിസ്റ്റമാണ് തെർമോ ഫ്ലാസ്ക്. അതും കൂടി ഇതിൻ്റെ പുറത്ത് വെച്ചോ മക്കളെ, ഉറപ്പിച്ചോ. അതൊന്നൊരു ചോദ്യം ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെ ഫസ്റ്റ് ലോ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ΔU = Q+W, സെക്കൻഡ് ലോയും അല്ലേ. പിന്നെ എന്താ സ്പോണ്ടേനിയസ് പ്രോസസ് എന്താ, അതിൻ്റെ എക്സാമ്പിൾ, ലാറ്റിസ് എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താ, ഇതൊക്കെ ഡെഫിനിഷൻ ചോദിക്കട്ടോ. SS ലോ, ബോൺ ഹാബർ സൈക്കിള്, പിന്നെ ഗിബ്സ് എനർജിയും ഗിബ്സ് ഇക്വേഷനും അതിൻ്റെ റിലേഷൻഷിപ്പ്. ഇവിടെ നിന്ന് റിലേഷൻഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും 2 ആൾക്കാർ റിലേഷൻഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആ 2 ആൾക്കാരെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ Hഉം Sഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G = H - TS അല്ലേ. ഗോൾ ഹിറ്റ്സ് I ഒന്ന് തിരിച്ചിട്ടാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ G = H - TS, ഇതാണ് അവരുടെ റിലേഷൻഷിപ്പ്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻട്രോപ്പി എന്താ, അതിൻ്റെ യൂണിറ്റ്. പിന്നെ ടൈപ്സ് ഓഫ് പ്രോസസ് എന്താ, അസോതെർമൽ, അഡിയബാറ്റിക്. Q0 ആവുന്ന പ്രോസസ്സിനെയാണ് അഡിയബാറ്റിക്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഗിബ്സ് എനർജിയും അത് സ്പോണ്ടേനിയസ് തമ്മിൽ എന്താണ് സാമ്യതയും അല്ലേ. ഗിബ്സ് എനർജി ΔG നെഗറ്റീവ് ആകുമ്പോൾ എന്താവുള്ളൂ, സ്പോണ്ടേനിയസ് ആവുള്ളൂ. അത് വെച്ചുള്ള പ്രോബ്ലംസ്. ഇവിടുന്ന് മക്കളെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുന്ന്. അതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ലൈവായിട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കുള്ളതൊക്കെ അവിടെ തരും അല്ലേ. ലൈവായിട്ട് നമ്മൾ ചെയ്യും. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സ് തീർന്നു കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് ഫംഗ്ഷൻ വിട്ട് കളയരുതേ. പിന്നെ ലാറ്റിസ് SS ലോ ഒന്നും വിട്ട് കളയരുത്. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് അല്ലേ. എല്ലാതും ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. നെക്സ്റ്റ് ഇക്വിലിബ്രിയം അല്ലേ. ഇക്വിലിബ്രിയത്തിൽ പിന്നെ എന്താ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനും അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ കാറ്റസിസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. പിന്നെ KCയും KPയും നമ്മൾ റിലേഷൻ, ചിലപ്പോൾ റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ KPയും KC, അപ്പോൾ ΔN ഒന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതി കൊടുത്താൽ മതി. പിന്നെ എന്താ, ലേശാലിയ പ്രിൻസിപ്പിൾ ഉണ്ടാവും മക്കളെ. ഇമ്പോർട്ടൻ്റാ ലേശാലിയ പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പ്രഷർ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ ടെമ്പറേച്ചർ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, പ്രഷർ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളെ മോഡൽ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. പിന്നെ ലൂയിസ് കൺസെപ്റ്റ്, എൻ്റെ പൊന്നോ എത്ര പ്രാവശ്യം ചോദിച്ചതിന് കണക്കും കഴിയൂല്ലടാ. ലൂയിസ് കൺസെപ്റ്റ് അല്ലേ. പിന്നെ കോൺജുഗേറ്റ് ആസിഡും ബേസും. ലൂയിസ് കൺസെപ്റ്റിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഷോർട്ടാക്കി ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചാൽ അത് കണ്ടാൽ മതി, നിങ്ങൾക്ക് എല്ലാം അത് കിട്ടും. നെക്സ്റ്റ് അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്താ, കോമൺ അയൺ എഫക്റ്റ് എന്താ, അതിൻ്റെ എക്സാമ്പിൾസ് കേട്ടോ. ഇതൊക്കെ ഒരു എന്താ പറയുക ഡെഫിനിഷൻസ് ചെയ്താൽ വേണ്ടി മാത്രം ചോദിക്കും. പിന്നെ ബഫർ സൊല്യൂഷനും അതിൻ്റെ എക്സാമ്പിളും, pH അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും, -log വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. പിന്നെ സോലിബിലിറ്റി പ്രൊഡക്റ്റും അതിൻ്റെ പ്രോബ്ലംസും. പിന്നെ അക്വ സൊല്യൂഷൻ്റെ നേച്ചേഴ്സും, അതായത് ഓരോന്ന് ഇങ്ങനെ ഇട്ടും അത് അക്വ സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ നേച്ചർ എന്താ, അസിഡിക് ആവോ ഇതാവോ എന്നൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നില്ലേ, അത്രയും ടൈപ്പുകൾ. ഓക്കെ, ഇതാണ് മക്കളെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇത് പഠിക്കാതെ പോകരുത്, ഇത്രയെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. നെക്സ്റ്റ് റെഡോക്സ് റിയാക്ഷൻ പിന്നെ ഭയങ്കര സിമ്പിൾ. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ, ഓക്സിഡേഷൻ എന്താ, റിഡക്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അത് ഇലക്ട്രോണിക് കൺസെപ്റ്റിലും ചോദിക്കും, ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റിലും ചോദിക്കും. പിന്നെ സ്റ്റോക്ക് നൊട്ടേഷൻ ഉണ്ടായിരിക്കും.
4 ടൈപ്സ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസ്പ്രപ്പോർഷനേഷനും അതിൻ്റെ എക്സാമ്പിളും ആണ് കേട്ടോ. ഇതാ പിന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവും, ഓരോന്ന് തന്നിട്ട് അതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാ, റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാ, അങ്ങനത്തെ ചോദ്യം. പിന്നെ ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷനിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡും അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും കേട്ടോ. ഇത് നിങ്ങൾ ബാലൻസിങ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഫസ്റ്റത്തെ മാത്രം ഈ എക്സാമ്പിൾസ് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, അല്ലാത്തവർ എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം ഇനിയിപ്പോൾ കൂടുതൽ സമയം ഇത് കുറച്ച് സമയമുള്ള ഇതാണല്ലേ ബാലൻസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് സമയം വെറുതെ കളയണമെന്നില്ല കേട്ടോ. അഥവാ വന്നിട്ടില്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താം. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, പഠിച്ചവർ വിട്ടുകളയത്, പഠിച്ചവരെന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യുക. ഒന്നും നോക്കാത്തവരെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഞാൻ നോക്കരുത് പറഞ്ഞാൽ അന്ന് നോക്കണില്ല, അങ്ങനെ ആവരുത് കേട്ടോ, പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയാണ്. IUPAC നെയിമിങ് എന്തായാലും ഒരു 2 മാർക്കിന് IUPAC ഉണ്ടാവും, ഉറപ്പിച്ചോ. ഐസോമറിസം അതിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. പിന്നെ കുറേ എഫക്റ്റുകൾ, ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റുകൾ ഉണ്ട് അല്ലേ, അതിൽ കുറേ എണ്ണം ഉണ്ട്. ഇലക്ട്രോമെറിക്കും ഇൻഡക്ഷനും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഓർത്തേക്കുന്ന റെസണൻസ് എന്തായാലും പഠിച്ചിരിക്കണം. അതിൻ്റെ എക്സാമ്പിൾ +R കാണിക്കുന്ന -R കാണിക്കുന്ന ആരൊക്കെയാണ് അതും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ന്യൂക്ലിയോഫൈൽ എന്താ, ഇലക്ട്രോഫൈൽ എന്താ, ഹോമോലിറ്റിക് എന്താ, ഹെട്രോലിറ്റിക് ക്ലീവേജ് ബോണ്ട് പൊട്ടുന്ന എന്തൊക്കെയാണ്. പിന്നെ പ്യൂരിഫിക്കേഷൻ, ഇഷ്ടംപോലെ പ്യൂരിഫിക്കേഷൻ. അതിൽ നിങ്ങൾ മിനിമം പഠിച്ചു വെക്കേണ്ടത് ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, എന്താണ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി, ഇത് പഠിച്ചിരിക്കണം. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ കേട്ടോ. ഡിസ്റ്റിലേഷൻ്റെയും സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്, അതും പഠിച്ചു വെക്കണം കേട്ടോ. അനിൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം കണ്ടല്ലോ, അതും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് എസ്റ്റിമേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാർബൺ നൈട്രജൻ എന്ന് പറഞ്ഞ സാധനം പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഡ്യൂമാസ് എന്ന് പറഞ്ഞ സാധനം, നൈട്രജൻ ഡ്യൂമാസ്. പിന്നെ ഇതിൽ ഒരു സാധനം ഞാൻ വിട്ടുപോയിട്ടുണ്ട്, പ്യൂരിഫിക്കേഷനിലല്ല, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ലെസൈൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അല്ലേ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണേ. ലെസൈൻസ് ടെസ്റ്റ് മിനിമം നിങ്ങൾ പഠിച്ചു വെക്കണേ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. അത് ഞാൻ ഇതിൽ വിട്ടുപോയതാട്ടോ. ലെസൈൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അല്ലേ, ഹാലജൻസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. അതും കൂടെ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഒരു ബോക്സ് ആയിട്ട് നിങ്ങളുടെ നോട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. സെറ്റ്. ഓക്കെ, അടുത്തത് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണിൽ കുറേ റിയാക്ഷൻസ് അല്ലേ മക്കളെ. ഒരു റിയാക്ഷൻ എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് അറിയോ. നിങ്ങളൊരു റിയാക്ഷൻ പഠിക്കുമ്പോൾ അത് അങ്ങനെ ഒരു റിയാക്ഷൻ വിചാരിക്കുക, A എന്താവുന്നു, B ആവുന്നു, C ആണ് കാറ്റലിസ്റ്റ്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരിപ്പോൾ എന്താ വിളിക്കുക, എൻ്റെ പേരെ ആയിക്കോട്ടെ അല്ലേ, സായി. ഈ റിയാക്ഷൻ്റെ പേരാണ് സായി എന്ന് വിചാരിച്ചോ. സായി എന്ന് പറഞ്ഞ റിയാക്ഷൻ A B ആവുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് C. നിങ്ങൾ എന്താ പഠിക്കണം, എന്തൊക്കെ ഇവിടെ നിന്ന് ചോദ്യം വരാൻ അറിയോ. ഒന്ന് ഇങ്ങനെ തരും, A gives C ഡാഷ് എന്ന് തരും, അപ്പോൾ നിങ്ങൾ B എന്ന് ഫില്ല് ചെയ്യാൻ പഠിക്കണം. ഒരു ടൈപ്പ് ചോദ്യത. രണ്ടാമത്തെ ചോദ്യം, എന്താണ് സായി റിയാക്ഷൻ എന്ന് ചോദിക്കും. എന്താണ് സായി റിയാക്ഷൻ എന്ന് ചോദിക്കും. മൂന്നാമത്തെ ചോദ്യം, എങ്ങനെ എയിൽ നിന്ന് B ഉണ്ടാക്കാം എന്ന് ചോദിക്കും. റിയാക്റ്റിൽ നിന്ന് എങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ഈ ഒരു 3 ചോദ്യങ്ങളാണ് മക്കളെ നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്. ഒരു റിയാക്ഷൻ പഠിക്കുമ്പോൾ മക്കളെ എങ്ങനെ ചോദ്യം ചോദിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആയിരിക്കും ചോദ്യം. ആ സായി എന്ന് പറയുന്ന റിയാക്ഷൻ A B ആവുന്ന റിയാക്ഷനാണ് സീൻ്റെ പ്രസൻസിലല്ലേ, ഒന്നെങ്കിൽ ഡാഷ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ നെയിം ഉണ്ടെങ്കിൽ ആ നെയിം റിയാക്ഷൻ എന്താ ചോദിക്കാം, അപ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ എഴുതി കൊടുത്താൽ മതി. അല്ലെങ്കിൽ റിയാക്റ്റിൻ്റെ നിന്ന് എങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു, അപ്പോഴും ഈ റിയാക്ഷൻ എഴുതി കൊടുത്താൽ മതി കേട്ടോ. എല്ലാത്തിൻ്റെ ആൻസർ ഒന്നാ, ചോദ്യം വ്യത്യാസം. അങ്ങനത്തെ ഏതൊക്കെ റിയാക്ഷൻ ഉണ്ട്, വുഡ്സ് റിയാക്ഷൻ, കോൾസ് ഇലക്ട്രോളിസിസ്, ഐസോമറൈസേഷൻ, ആരോമറ്റൈസേഷൻ, പൈറോളിസിസ്, പിന്നെ കൺഫോർമേഷൻസ് എന്ന് പറഞ്ഞ സാധനമല്ലേ, ന്യൂമാനും സോഹോഴ്സും ഉണ്ട്, അത് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. സിസും ട്രാൻസ് ഐസോമറിസം വാൽക്കീന്, അത് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ മാർക്കോനിക്കോസ് റൂള്, കാറഷ് എഫക്റ്റിലെ അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ്. ആൻറ്റി മാർക്കോനിക്കോസ് റൂൾ അങ്ങനെ ചോദിക്കാറില്ല, കാറഷ് എഫക്റ്റും പെറോക്സൈഡ് എഫക്റ്റാണ് കൂടുതലും ചോദിക്കാറ് കേട്ടോ. നെക്സ്റ്റ് ഓസോളിസിസ്, ഓസോണും കൊണ്ടൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, ഓസോളിസിസ്. പിന്നെ പോളിമറൈസേഷൻ, പൈ ബോണ്ട് മറൈസേഷൻ അല്ലേ, പൈ മറയ്ക്കുക, പൈ അപ്പുറത്തേക്ക് ചാടിക്കുക അല്ലേ. ഹക്കിൾസ് റൂളും അതിന് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതാണ് ആരോമാറ്റിക് എന്ന് ചോദിക്കും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ, ഒരു 4 ടൈപ്പ് പ്രിപ്പറേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അഡീഷൻ റിയാക്ഷൻ. മക്കളെ ഈ ഒരു ബെൻസീൻ്റെ ഭാഗം ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഇവിടുന്ന് എന്തായാലും ചോദ്യം ഉറപ്പാണ്. നോക്കി 5 മാർക്കിനാണ് കഴിഞ്ഞ മോഡലിന്, അവിടുന്ന് ഒരു ചോദ്യം എന്തായാലും ഇതൊന്നുണ്ടായിരുന്നു, ഒരു ചോദ്യം ഇവിടെ നിന്നായിരുന്നു, പിന്നെ ഒന്ന് അക്കിൾസ് റൂളിൽ നിന്നും. മക്കളെ അപ്പോൾ ശ്രദ്ധിച്ചോ, ഈ ഭാഗം ലാസ്റ്റ് ഭാഗങ്ങൾ മിസ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബെൻസീൻ്റെ ഭാഗം. പക്ക. അപ്പം മക്കളെ എല്ലാ ചാപ്റ്ററുകളും വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെ വരും എന്തൊക്കെ വരില്ല എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് PYQs. മക്കളെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടേ എക്സാം ഹാളിലേക്ക് കയറാവും. നമ്മുടെ ചാനലിൽ തലേന്നൊക്കെ ലൈവ് ക്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ, ഫുള്ള് PYQs മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അതൊക്കെ തരും, എന്നാൽ നിങ്ങൾ സ്വയമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. നെക്സ്റ്റ്, ഒരു ചാപ്റ്ററും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടായിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഇനി എവിടെ കിട്ടും സാറേ, എവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ PYQs കിട്ടും? നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് എക്സാമിനർ PYQs അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ +2 PYQ എന്ന് പറഞ്ഞാൽ ഒരു ടാഗ് വരും. അതിൽ പോയി കഴിഞ്ഞാൽ +2 എന്ന് പറയുന്ന
+1 എന്ന് പറയുന്ന PYQs എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ PYQസും ഇതിൽ അവൈലബിൾ ആയിരിക്കും. കണ്ടോ, കെമിസ്ട്രീൻ്റെയും എല്ലാത്തിനും PYQs ഇങ്ങനെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അല്ലേ. ആൻസർ കീ ഇവിടെ ഉണ്ടായിരിക്കും, ചിലതിൻ്റെ ആൻസർ കീ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ടോ, ഇതുപോലെ തന്നെ PDF ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതിങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട മക്കളെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അല്ലേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം സെറ്റാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, PYQസും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, PYQസും കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങോട്ട് സെറ്റാവുക. ഓക്കെ, ഇങ്ങനെ വേണം മക്കളെ. നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടാ പറ്റുക എന്നങ്ങോട്ട് വിചാരിച്ചിട്ട് മക്കളെ തുടങ്ങിക്കോ. ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ എക്സാമിൻ്റെ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസം ലൈവുകളും കാര്യങ്ങളൊക്കെ തരും. നല്ല പക്കയായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിച്ചതാട്ടോ. ഇത് വെറുതെ അങ്ങോട്ട് വന്നിട്ട് ഇട്ട് തരുന്നതല്ല. ഇതൊക്കെ ഞങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇനി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പക്കയായിട്ട് കയറുക. ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങിക്കോ. എല്ലാവർക്കും ഓൾ ദ വെരി 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 ഒടുക്കത്തെ വെരി ബെസ്റ്റ്. ഓക്കെ, ശരി.